കഴിഞ്ഞ ആഴ്ചയുടെ തൊട്ട് മുന്നേയുള്ള ആഴ്ച നമ്മൾ ഇസ്ലാമിക് സ്പെയിനുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം പകുതി പറഞ്ഞു വെച്ചിരുന്നു. അപ്പോൾ അടുത്ത ആഴ്ച അത് പൂർത്തിയാക്കാമെന്നാണ് പറഞ്ഞത്. അതിന് തൗഫീഖ് ഉണ്ടായില്ല. കഴിഞ്ഞ ആഴ്ച നമുക്ക് പറയാൻ പറ്റിയില്ല, ചെറിയൊരു സുഖമില്ലായ്മ ഉള്ളതുകൊണ്ട് ഖുതുബക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ആഴ്ച പറഞ്ഞു വെച്ച ഇസ്ലാമിക സ്പെയിനിൻ്റെ ചരിത്രം, അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിക് സ്പെയിനിൻ്റെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് AD 756 തൊട്ട് AD 1031 വരെയാണ്. നമ്മൾ എന്തിനാണ് യഥാർത്ഥത്തിൽ ചരിത്രങ്ങൾ പഠിക്കുന്നത്? ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് സുന്നത്തല്ലാഹില്ലത്തി ഖദ് ഖലത് മിൻ ഖബൽ വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. അള്ളാഹുവിൻ്റെ സുന്നത്ത് മുൻപ് കഴിഞ്ഞു പോയ സമുദായങ്ങളിലും നാടുകളിലും രാഷ്ട്രങ്ങളിലും നാഗരികതകളിലുമെല്ലാം അള്ളാഹുവിൻ്റെ ഒരു സുന്നത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. അത് ഖിയാമത്ത് നാൾ വരെ ഈ ലോകം നിലനിൽക്കുന്നവരെ ആ സുന്നത്തിനൊരു മാറ്റം ഉണ്ടാവില്ല. അതായത് വിജയിക്കുന്ന ഓരോ സമൂഹത്തിനും ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ടാവും. ആ ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു സമുദായം വിജയിക്കും. പരാജയപ്പെടുന്ന ഓരോ സമുദായത്തിനും ചില സംഗതികൾ ഉണ്ടാവും. ആ പരാജയത്തിന് കാരണമായ സംഗതികൾ ഏത് സമൂഹത്തിലുണ്ടോ അവർ പരാജയപ്പെടുകയും ചെയ്യും. അപ്പം ചരിത്രം നമ്മൾ പഠിക്കുന്നത് എന്തിനാണ്? വിജയിച്ചവരുടെ ചരിത്രം നമ്മൾ പഠിക്കുന്നത് എന്ത് ഗുണമാണോ ആ സമൂഹത്തിന് ഉണ്ടായിരുന്നത് ആ ഗുണം നാം നേടിയെടുക്കാൻ ശ്രമിക്കുക. എന്ത് കേടാണോ പരാജയപ്പെട്ട സമുദായത്തിനുണ്ടായത് അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. ഇതിന് മാത്രമാണ് നമ്മൾ ചരിത്രം പഠിക്കുന്നത്. ഇസ്ലാമിക് സ്പെയിൻ എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഗുണപാഠം നൽകുന്ന, ഒരുപാട് പാഠങ്ങൾ നൽകുന്ന ഒരു ചരിത്രമാണ് ഇസ്ലാമിക സ്പെയിനിൻ്റെ ചരിത്രം. ഈ സുവർണ കാലഘട്ടം AD 756 സുവർണ കാലഘട്ടം തുടങ്ങുന്നത് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ അബ്ബാസികളുടെ അതിക്രൂരമായ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് അബ്ദുറഹ്മാൻ അദ്ദാഖിൽ എന്നറിയപ്പെടുന്ന അബ്ദുറഹ്മാൻ ഒന്നാമൻ എന്നറിയപ്പെടുന്ന ആ അബ്ദുറഹ്മാൻ എന്ന ഉമവി ഖലീഫ സിറിയയിൽ നിന്ന് ഐബീരിയൻ ഉപദ്വീപിലേക്ക് ഒരു യാത്ര നടത്തുന്നത്. അതിസാഹസികമായൊരു യാത്രയാണത്. ആ യാത്ര യഥാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തുന്നതാണ്. അത്യാധുനിക സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ ഈ പറയുന്ന കടലിടുക്കുകളും തിരമാലകളും ഭേദിച്ചുകൊണ്ട് ചെറിയ ബോട്ടിലും അതുപോലെ അഭയാർത്ഥിയുമായിട്ടൊക്കെ അദ്ദേഹം ഈ കടൽ മുറിച്ച് കടന്ന് പർവ്വതങ്ങൾ മുറിച്ച് കടന്നിട്ട് ഐബീരിയൻ തീരത്തെത്തുന്നുണ്ട്. അവിടെ തൊട്ടാണ് അബ്ദുറഹ്മാൻ ഒന്നാമൻ എന്ന ഉമവി ഖലീഫ ഈ ഐബീരിയൻ ഉപദ്വീപിൽ എത്തിയത് തൊട്ടാണ് സ്പെയിനിൻ്റെ സുവർണ കാലഘട്ടം തുടങ്ങുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. സ്പെയിനിൻ്റെ സുവർണ കാലഘട്ടം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ജൂതന്മാർക്ക് പോലും, ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും അടക്കമെല്ലാം ഒരു സുവർണ കാലഘട്ടമായിരുന്നു സ്പെയിനിൽ അന്നുണ്ടായിരുന്നത്, ഐബീരിയയിൽ അന്നുണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ജൂതന്മാരുടെ ചരിത്രകാരന്മാർ പോലും അത് വ്യക്തമാക്കുന്നുണ്ട്. ജൂതന്മാരുടെ അവർ രണ്ടാം മൂസ, അതായത് അവരുടെ മോചകന്റെ രണ്ടാമത്തെ മോചകൻ എന്ന് അവർ വിളിക്കുന്ന, അവരുടെ ചരിത്രകാരന്മാർ വിളിക്കുന്ന മോസസ് മൈമോനൈഡ്സ് എന്ന് പറയുന്ന ആ മനുഷ്യൻ ജനിച്ചതും പഠിച്ചതും വളർന്നതും എല്ലാം ഇസ്ലാമിക് സ്പെയിനിലാണ്. അവിടുന്നാണ് അദ്ദേഹം കാര്യങ്ങളൊക്കെ പഠിച്ചതും അദ്ദേഹത്തിൻ്റെ രചനകൾ ഉണ്ടായതും അദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ ഉണ്ടായത് ഈ ഇസ്ലാമിക് സ്പെയിനിൽ നിന്നാണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. പലരും എഴുതുന്നതായി കാണാം, മുസ്ലിങ്ങൾ യഥാർത്ഥത്തിൽ യൂറോപ്പ് കീഴടക്കിയിരുന്നെങ്കിൽ ഫ്രാൻസ് വരെ എത്തിയിരുന്നു മുസ്ലിം പടയോട്ടം. ഫ്രാൻസിൽ വെച്ചാണ് ഉമവി സൈന്യം പരാജയപ്പെടുന്നതും അവിടുന്ന് അങ്ങോട്ട് പടയോട്ടം നിൽക്കുന്നതും. ഈ ഫ്രാൻസും ജയിച്ച് മുസ്ലിങ്ങൾ യൂറോപ്പ് കീഴടക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ 60 ലക്ഷം ജൂതന്മാർ കൊല്ലപ്പെടുമായിരുന്നില്ല. ഹോളോകോസ്റ്റ് എന്ന് പറയുന്ന ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രൂരത നടക്കുമായിരുന്നില്ല ഇസ്ലാം യൂറോപ്പ് മുഴുവൻ കീഴടക്കിയിരുന്നെങ്കിൽ, പടയോട്ടം നടത്തിയിരുന്നെങ്കിൽ എന്ന് പല ചരിത്രകാരന്മാരും എഴുതുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അത്രത്തോളം ജൂതന്മാർക്കായാലും ക്രിസ്ത്യാനികൾക്കായാലും പഠിക്കാനും വളരാനും ഗവേഷണം നടത്താനുമുള്ള എല്ലാ സംവിധാനങ്ങളും കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 4 ലക്ഷം പുസ്തകങ്ങൾ ലൈബ്രറി. അന്നത്തെ യൂറോപ്പ് മുഴുവൻ അരിച്ചു പറക്കിയ നൂറുകണക്കിന് പുസ്തകങ്ങളെ കിട്ടാം. അന്നത്തെ ഭരണാധികാരികൾക്ക് പോലും എഴുതാനും വായിക്കാൻ അറിയില്ല. ആ സമയത്ത് അച്ചടി യന്ത്രങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ലാത്ത ആ കാലഘട്ടത്തിൽ തൂവൽ മഷിയിൽ മുക്കി എഴുതിയിരുന്ന ആ കാലഘട്ടത്തിൽ 4 ലക്ഷം പുസ്തകങ്ങളുടെ ലൈബ്രറി എന്ന് പറഞ്ഞാൽ അത്യത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ. അത് സ്പെയിനിൽ ഉണ്ടായിരുന്നു. കൊർദോബയിൽ മാത്രം 800-ലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 800-ലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊർദോബയിൽ മാത്രമുള്ളതായി
ചരിത്രരേഖകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ജർമ്മൻ സഞ്ചാരി ഇസ്ലാമിക് സ്പെയിൻ കണ്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? ഓർണമെന്റ് ഓഫ് ദി വേൾഡ്, ലോകത്തിൻ്റെ ഒരു മുത്താണ്, ഒരു ഖനിയാണ്, ഒരു ധനമാണ് ഈ പറയുന്ന ഇസ്ലാമിക് സ്പെയിൻ, ഐബീരിയൻ തീരം എന്ന് പറയുന്നതെന്ന് ഒരു ജർമ്മൻ സഞ്ചാരി പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അത്ഭുതം അറിയും പ്രിയപ്പെട്ടവരെ, അന്നുണ്ടാക്കിയ ഇറിഗേഷൻ സിസ്റ്റം, അന്നുണ്ടാക്കിയ ജലസേചന സിസ്റ്റങ്ങളും അന്നുണ്ടാക്കിയ അർബൻ പ്ലാനുമെല്ലാം ഇന്ന് മോഡേൺ സ്പെയിൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇന്നും അത് ഉപയോഗത്തിലുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ഇറിഗേഷൻ സിസ്റ്റം ഇന്നും അവിടുത്തെ കർഷകർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് ഒന്ന് പോകണം, സന്ദർശിക്കാൻ പറ്റുന്നവരൊന്ന് സന്ദർശിക്കണം. കൊർദോവയും അതുപോലെ സ്പെയിനിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് സന്ദർശിച്ചു കഴിഞ്ഞാൽ അവിടെ അന്ന് ഉമവി ഖിലാഫത്തിൻ്റെ സമയത്തുണ്ടാക്കി വെച്ച ആ ഇൻഫ്രാസ്ട്രക്ചർ ഇന്നും അവർ ഉപയോഗിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. മാത്രമേ പ്രിയപ്പെട്ടവരെ, ഏറ്റവും അത്ഭുതപ്പെടുന്നൊരു സംഗതി മതപരമായ അവരുടെ വളർച്ചയാണ്. ദീനീ രംഗത്തുള്ള അവരുടെ പഠനവും ദീനീ രംഗത്തുള്ള അവരുടെ വളർച്ചയുമാണ് നമ്മെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത്. മഹാനായ ഇമാം ഖുർത്തുബി, പ്രസിദ്ധമായ തഫ്സീറാണ് അദ്ദേഹത്തിൻ്റെ. ഇമാം ഖുർത്തുബി യഥാർത്ഥത്തിൽ ഐബീരിയക്കാരനാണ്. ഇസ്ലാമിക് സ്പെയിനിലാണ് അദ്ദേഹം ജനിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് പിന്നീട് ഇസ്ലാമിക് സ്പെയിൻ തകർന്നു പോകുന്നതൊക്കെ. സാധാരണഗതിയിൽ നമ്മൾ ചരിത്രം പറയുമ്പോൾ ഒരു കഥ പറയാറുണ്ട്. അന്നത്തെ ഖലീഫ, ഇസ്ലാമിക് സ്പെയിനിലെ ഖലീഫ, അദ്ദേഹത്തിൻ്റെ മകന് വിവാഹപ്രായമായപ്പോൾ അദ്ദേഹത്തിന് ഹാഫിളത്തായ ഒരു മരുമകൾ വേണം. മകനെ കെട്ടിക്കാൻ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കിയ ഒരു മരുമകൾ വേണമെന്നൊക്കെ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായി. അങ്ങനെ അദ്ദേഹം നാട് മുഴുവൻ ഒരു വിളംബരം നടത്തണം. എന്താണ് വിളംബരം? നിങ്ങളുടെ വീട്ടിൽ ഹാഫിളത്തായ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരു പെൺകുട്ടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രി വീടിൻ്റെ പുറത്തൊരു മെഴുകുതിരി കത്തിച്ചു വെക്കുക. ഇതാണ് നിർദ്ദേശം. അന്ന് രാത്രിയായപ്പോൾ ഇസ്ലാമിക് സ്പെയിനിലെ മുഴുവൻ വീടുകളുടെ പുറത്തും മെഴുകുതിരിവട്ടം കൊണ്ട് നിറഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത്. ഒരു വീട് പോലും ഒഴിവില്ല. ആ വീട്ടിലെല്ലാം ഈ പറയുന്ന പെൺകുട്ടികൾ ഹിഫ്ളാക്കിയിട്ടുണ്ട്, ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. പിറ്റേ ദിവസം അടുത്ത നിർദ്ദേശം വരെയാണ്, മാലിക്കി മദ്ഹബിലെ ചില ഗ്രന്ഥങ്ങൾ മനഃപ്പാഠമാക്കിയ കുട്ടികളുള്ളവർ അവർ വീട്. കാരണം ആരെയാണ് സെലക്ട് ചെയ്യുക, ആരാണ് തിരഞ്ഞെടുക്കുക? അത്രത്തോളം ഹാഫിളത്തുകളുണ്ട്. എന്നിട്ട് പിറ്റേന്ന് പുതിയൊരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്, എന്ത്? മാലിക്കി ഗ്രന്ഥങ്ങൾ മനഃപ്പാഠമാക്കി. അന്ന് രാത്രിയും സ്പെയിനിലെ വീടുകളിൽ, ഐബീരിയയിലെ വീടുകളിൽ മെഴുകുതിരികളാൽ നിറഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു സമൂഹത്തിൻ്റെ മോചനം കിടക്കുന്നത്, ഒരു സമുദായത്തിൻ്റെ മോചനം കിടക്കുന്നത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിലാണ്, പെൺകുട്ടികളുടെ മതപഠനത്തിലാണ്. അവർക്കറിയണം, അവർക്ക് ഖുർആൻ അറിയണം, അവർക്ക് ഹദീസ് അറിയണം, അള്ളാഹുവിനെ കുറിച്ച് അറിയണം. പുതിയ തലമുറയെ വാർത്തെടുക്കാൻ അവർക്ക് കഴിയണം. ഉമ്മയിൽ നിന്നാണ് പഠിക്കേണ്ടത്, ഉപ്പയിൽ നിന്നല്ല. ഉമ്മയിൽ നിന്നാണ് കുട്ടികൾ പഠിക്കുക. അതായിരുന്നു നമ്മൾ പറഞ്ഞല്ലോ, സുന്നത്തുല്ലാഹില്ലത്തി ഖദ് ഖലത് മിൻ ഖബൽ, മുൻപ് കഴിഞ്ഞു പോയ ആളുകളിൽ അള്ളാഹുവിൻ്റെ ഒരു സുന്നത്തുണ്ട്. ആ സുന്നത്തിൽപ്പെട്ടൊരു സുന്നത്താണ് ആ സ്പെയിൻ എന്നത്. അതിർത്തികൾ ഭേദിച്ച് അത്രത്തോളം ഐബീരിയൻ ദ്വീപുകൾ മുഴുവൻ ഇസ്ലാം പടർന്ന് പന്തലിക്കാൻ കാരണമായത് അവരുടെ അറിവിനോടുള്ള, ഇൽമിനോടുള്ള, അന്വേഷണത്തോടുള്ള, ഗവേഷണത്തോടുള്ള ഈ ത്വരയായിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ കാലഘട്ടത്തിലുള്ള നിർമ്മിതികൾ, കൊർദോവയിലെ പള്ളി, ആ പള്ളിയുടെ സ്ട്രക്ചറും അതിൻ്റെ വർക്കുകളുമെല്ലാം ഇന്നും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ അൽ ഹംറ പാലസ്, ഖസ്റുൽ ഹംറ, ചുവന്ന കൊട്ടാരം എന്ന പേരിൽ ഇന്നും അവിടെയുള്ള ആ കൊട്ടാരം, ഇതൊക്കെ യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റുകളാണ് ഇന്ന്. അതൊക്കെ വളരെ പ്രാധാന്യത്തോടുകൂടി ലോക ജനത സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സംഗതിയാണ്. ഈ അൽ ഹംറ പാലസിൻ്റെ പുറത്ത്, ആ വാതിലിൻ്റെ പുറത്ത് തന്നെ അവരെഴുതി വെച്ചത് ലാ ഗാലിബ ഇല്ലല്ലാഹ് എന്നാണ്. ലാ ഗാലിബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ജയിക്കുന്നവനായി മറ്റാരുമില്ല, പടച്ചോനാണ് ആത്യന്തികമായി വിജയിക്കുന്നവൻ എന്നാണ് അവർ എഴുതി വെച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷവും വല്ലാത്ത ആനന്ദവും ആ ഇസ്ലാമിൻ്റെ വളർച്ചയിൽ, ഉമവി ഖിലാഫത്തിൻ്റെ കീഴിൽ യൂറോപ്പിലെ ഏറ്റവും വലിയ ശക്തിയായി ഇസ്ലാമിക് സ്പെയിൻ വളർന്നതുമെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷം ഉണ്ടാവും. പക്ഷേ അവിടെ നമ്മൾ കാത്തിരിക്കുന്ന ദുഃഖാർത്ഥമായ മറ്റൊരു ചരിത്രമുണ്ട്. AD 1027 ആയപ്പോൾ, AD 1027 ആയപ്പോഴേക്ക് മുസ്ലിം സമൂഹത്തിനിടയിൽ, ഐബീരിയയിലെ മുസ്ലിങ്ങൾക്കിടയിൽ ശക്തമായ ഛിദ്രതകളുണ്ടായി, ശക്തമായ ഭിന്നതകളുണ്ടായി. രാജാക്കന്മാർ അഴിമതിയിൽ മുങ്ങിക്കുളിക്കാൻ തുടങ്ങി. അതിന് ഉദാഹരണമായ ഒരു കഥ പറയാറുണ്ട്. അന്ന് ഭരിച്ചിരുന്ന ഒരു ഖലീഫയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും നാട് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്ന സമയത്ത് ചില കർഷകരായ സ്ത്രീകൾ കൃഷി ചെയ്യുന്നത് കാണാൻ. അപ്പോൾ കൃഷി ചെയ്യുമ്പോൾ അവരുടെ ശരീരത്ത് മുഴുവൻ ചെളി പുരണ്ടിട്ടുണ്ട്, ആകെ ശരീരത്തൊക്കെ ആകെ മണ്ണ് പുരണ്ടിട്ടുണ്ട്. അപ്പോൾ ഖലീഫയുടെ ഭാര്യയ്ക്കൊരു പൂതി, എനിക്കും എന്ത് ചെയ്യണം, ഇതുപോലെ ചെളിയിലൊന്ന് കളിക്കണം, ഒന്ന് ചെളിയിലൊന്ന് ഉരുളണം, ഒന്ന് കൃഷിയൊന്ന് ചെയ്യണം എന്ന് ഖലീഫയുടെ ഭാര്യയ്ക്കൊരു പൂതി. അപ്പോൾ ഖലീഫയെ സംബന്ധിച്ചിടത്തോളം രാജ്ഞിയാണ്, അങ്ങനെ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും ചളിയിൽ ഇറങ്ങാൻ പറ്റൂല.
അങ്ങനെ ഈ ഖലീഫയുടെ ഭാര്യയ്ക്ക് ചെളിയിൽ കളിക്കാൻ വേണ്ടി മാത്രം കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ ആ കാലഘട്ടത്തിൽ ഒരു ആർട്ടിഫിഷ്യൽ കൃഷിയുടെ ഉണ്ടാക്കാൻ, ചെളി ഉണ്ടാക്കാൻ. എന്നിട്ട് സഹോദരങ്ങളെ, KL 13 AS 1696 ഒരു വീട്ടിലേക്കുള്ള വഴി ബ്ലോക്കാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. അതൊന്ന് ആരാണെന്ന് വെച്ചാൽ ഒന്ന് പെട്ടെന്ന് മാറ്റിക്കൊടുക്കുക. വീടിൻ്റെ വഴിയാണ്. നമ്മുടെ ഈ ചുറ്റുപാടും, ഇവിടെ പള്ളിയിൽ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ചുറ്റുപാടും മുസ്ലിങ്ങളൊക്കെയാണ് ഉള്ളത്. നമ്മൾ വണ്ടി പാർക്കുമ്പോഴും ചെയ്യുമ്പോഴും മറ്റും അവരുടെ ആ ഒരു സൗകര്യം നമ്മൾ കണക്കിലെടുത്തിട്ടില്ലെങ്കിൽ പാർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് സുഖമായിട്ട് കുറച്ച് നടക്കണമെന്നുള്ളൂ. സൗകര്യം കണക്കിലെടുത്തിട്ടില്ലെങ്കിൽ മൊത്തം ഉമ്മത്താണ് ആക്ഷേപിക്കപ്പെടുക എന്ന് ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഈ രാജ്ഞിക്ക് ചെളിയിൽ കളിക്കാൻ വേണ്ടി മാത്രം കൊട്ടാരത്തിലൊരു ആർട്ടിഫിഷ്യൽ കൃഷിയുടെ ഉണ്ടാക്കാൻ, എന്നിട്ട് ആ ചെളിയിൽ വില കൂടിയ സുഗന്ധങ്ങളും കസ്തൂരിയൊക്കെ കൊണ്ട് മിക്സ് ചെയ്ത് പറഞ്ഞു വരുന്നത് അത്രത്തോളം ആർഭാടത്തോടും അത്രത്തോളം ജീവിതത്തോടും പ്രമത്തത വന്നൊരവസ്ഥയിലേക്ക് ആ ജനത മാറിക്കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. 1031 ആകുമ്പോഴേക്ക്, AD 1031 ആകുമ്പോഴേക്ക് ഹിഷാം മൂന്നാമൻ എന്ന ഭരണാധികാരി ആകുമ്പോഴേക്ക് ആ ഭരണം അവിടെ അവസാനിക്കാൻ, ഉമവി ഭരണം അവിടെ അവസാനിക്കാൻ, ജനങ്ങൾ അതിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, കുഴപ്പങ്ങൾ ഉണ്ടാക്കി, വിപ്ലവമുണ്ടായി. അങ്ങനെ അദ്ദേഹം നാട് കടത്തപ്പെട്ടു. ഒരു വലിയ ചരിത്രം, ഇസ്ലാമിൻ്റെ വലിയൊരു ചരിത്രം അവിടെ അവസാനിക്കാൻ. എന്നിട്ട് പിന്നീട് തുടങ്ങുന്ന ചരിത്രം, പ്രിയപ്പെട്ടവരെ, ഒറ്റക്കെട്ടായി നിന്നിരുന്ന അന്തലൂസ്, അത് 39 വരുന്ന ചെറിയ ചെറിയ രാഷ്ട്രങ്ങളായിട്ട് തമ്മിൽ പോരാടുന്നതാണ് പിന്നീട് കാണാൻ കഴിയുന്നത്. ഓരോ ചെറിയ ചെറിയ പ്രദേശങ്ങളും ഒരു രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കാൻ കുറച്ച് ആളുകളും ഒരു ഭരണാധികാരിയും കുറച്ച് പട്ടാളക്കാരുണ്ടാവും, ഞങ്ങളൊരു രാഷ്ട്രമാണ്. അങ്ങനെ ഓരോരുത്തരും ഓരോ രാഷ്ട്രമായി പ്രഖ്യാപിച്ചു. എന്നിട്ട് ഈ മുസ്ലിം നാട്ടുരാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നതാണ് പിന്നീട് കാണുന്നത്, പോരടിക്കുന്നതാണ് പിന്നീട് കാണുന്നത്. എന്ന് മാത്രമല്ല, ഒരു നാട് മറ്റൊരു നാടിനെ ആക്രമിച്ച് അവർ പരസ്പരം യുദ്ധം ചെയ്യുമ്പോൾ ക്രിസ്ത്യാനികളെ സഹായത്തിന് വിളിക്കാൻ, ക്രിസ്തു മതക്കാരെ സഹായത്തിന് വിളിക്കണം. എന്നിട്ട് അവരോട് പറയാണ്, ഇവരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ പാതി നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് ശത്രുക്കളെ ആക്രമണത്തിന് വേണ്ടി കൂട്ടുപിടിച്ചുകൊണ്ട് പരസ്പരം യുദ്ധം ചെയ്യുന്ന, പരസ്പരം പോരടിക്കുന്ന അതിഭീകരമായ കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നോക്ക് നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിൻ്റെ തകർച്ചയുടെ ഏറ്റവും വലിയ കാരണമായി സൂറത്തു അംഫാലിൻ്റെ 46-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. അല്ലാഹു പറയാണ്, വഅതിഉല്ലാഹ വറസൂലഹു വലാ തനാസഉ ഫതഫ്ശലു വതദ്ഹബ റീഹുകും വസ്ബിറൂ ഇന്നല്ലാഹ മഅസ്സാബിരീൻ. നിങ്ങൾ അല്ലാഹുവിനെയും പ്രവാചകരെയും അനുസരിക്കുക. വലാ തനാസഉ, നിങ്ങൾ ഭിന്നിക്കരുത്, നിങ്ങൾ പരസ്പരം പ്രശ്നമുണ്ടാക്കരുത്, പരസ്പരം ശത്രുത കാണിക്കരുത്. ഫതഫ്ശലു, നിങ്ങൾ ഭിന്നിച്ച് 4 ഭാഗത്താകുകയും ചെയ്യരുത്. വതദ്ഹബ റീഹുകും, നിങ്ങളുടെ കാറ്റ് പോകും, നിങ്ങളുടെ ഖീമത്ത് നഷ്ടപ്പെടും, നിങ്ങൾക്കൊരു വിലയുമില്ലാതെയായി പോകും. വസ്ബിറൂ, നിങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുക. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, നിശ്ചയം അല്ലാഹു ക്ഷമാലുക്കളുടെ ഒപ്പമാണ്. നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ, അള്ളാഹുവിന്റെ ഈ ഒരു മുന്നറിയിപ്പിന്റെ യഥാർത്ഥത്തിലുള്ള പുലർച്ചയാണ് ഐബീരിയൻ തീരത്ത് AD 1036 തൊട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പരസ്പരം ഭിന്നടിച്ചും പോരടിച്ചും അധികാരത്തിന് വേണ്ടി മാത്രം, ആർഭാടത്തിന് വേണ്ടി മാത്രം, ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രം സ്വന്തം സഹോദരങ്ങളുടെ കഴുത്തിന് കത്തിവെക്കാൻ, അവരുടെ രക്തം ചീന്താൻ, മുസ്ലിം നാടുകൾ ആക്രമിക്കാൻ, അതിന് ശത്രുക്കളെ കൂട്ടുപിടിക്കാൻ ഒരു മടിയുമില്ലാത്തൊരു ജനത മുസ്ലിങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ്? അല്ലാഹു പറയാൻ, മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകൻ, വല്ലദീന മഅഹു, അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ. അവരുടെ പ്രത്യേകത എന്താണ്? അഷിദ്ദാഉ അലൽ കുഫാർ, സത്യനിഷേധികളുടെ നേരെ കഠിനമായ സ്വഭാവമുള്ളവരാണ്, കഠിനക്കാരാണ്. റുഹമാഉ ബൈനഹും, പരസ്പരം കരുണയുള്ളവരാണ്. 1036 തൊട്ട് സ്പെയിനിന്റെ ചരിത്രം നേരെ തിരിച്ചാണ്. പരസ്പരം കാഠിന്യമുള്ളവരും സത്യനിഷേധികളോട് സോഫ്റ്റ് ആയിട്ട് പെരുമാറുകയും അവരെ ആക്രമിക്കാൻ വേണ്ടി സഹായത്തിന് വിളിക്കുകയും ചെയ്യുന്ന അതിദുരന്തപൂർണമായ കാഴ്ചയാണ് പിന്നീട് ഐബീരിയൻ തീരങ്ങളിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കുക. പിന്നീട് ആ നാടുകളെ ഒരുമിപ്പിക്കാൻ വേണ്ടി മുറാബിത്തൂൻ, മുവഹിദൂൻ എന്നൊക്കെ പറഞ്ഞ് നോർത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്ന പല സംഘങ്ങളും ശ്രമിച്ചുവെങ്കിലും ആ ഐക്യം അവിടെയൊന്നും അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞില്ല. മുസ്ലിങ്ങൾ അങ്ങനെ ഭിന്നിച്ചു കൊണ്ടേയിരുന്നു. അവസാനം പ്രിയപ്പെട്ടവരെ, കിങ് അൽഫോൻസോയുടെ നേതൃത്വത്തിൽ
ഒരു വലിയ യുദ്ധം നടന്നു. മഅറഖത്തു ഉഖാബ് എന്ന് അറബിയിൽ അറിയപ്പെടുന്ന, ലാസ് നവാസ് ഡെ ടൊലോസ എന്ന് യൂറോപ്യൻ നാടുകളിൽ അറിയപ്പെടുന്ന അതിഭീകരമായ ഒരു യുദ്ധം സംഭവിച്ചു. ആ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ പാടേ പരാജയപ്പെട്ടു. സ്പെയിനിൻ്റെ എല്ലാ പ്രദേശങ്ങളും മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഗ്രനാഡ ഒഴികെയുള്ള എല്ലാ പ്രദേശങ്ങളും മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി എന്ന് മാത്രമല്ല, കൊർദോബയിലുള്ള ഉമവികളുണ്ടാക്കിയ ആ മഹത്തായ പള്ളി, ആ വലിയ പള്ളി നഷ്ടപ്പെട്ടു. ആ പള്ളിക്ക് പകരം അവിടെ കത്തീഡ്രൽ വന്നു. അവിടെ കത്തോലിക്ക ക്രിസ്ത്യാനികളുടെ പള്ളി വന്നു. ആ പള്ളി തകർക്കപ്പെടുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത കാഴ്ചയും വല്ലാത്ത സംഭവങ്ങളുമാണ്. ഗ്രനാഡ മാത്രമാണ് മുസ്ലിങ്ങളുടെ കയ്യിൽ ഇനി ബാക്കിയായത്. 1491 ഈ പറയുന്ന ഗ്രനാഡ ഫെർഡിനൻഡ് എന്ന് പറയുന്ന ഒരു രാജാവും ഇസബെൽ എന്ന് പറയുന്ന ഒരു രാജ്ഞിയും കൂടി 2 രാജ്യങ്ങൾ ഒന്നാക്കിക്കൊണ്ട് വലിയ ശക്തിയായി അവർ ഗ്രനാഡ ഉപരോധിക്കാൻ തുടങ്ങാൻ. അന്ന് ഗ്രനാഡയുടെ ഭരണാധികാരി അബു അബ്ദുള്ള എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹം പരമാവധി ചെറുത്തു നിന്നു. അവസാനം അദ്ദേഹത്തിന് അവിടെ കീഴടങ്ങേണ്ടി വന്നു, അവരുടെ മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു. ഈ ഗ്രനാഡയിലാണ് ഹംറ പാലസ് ഉള്ളത്, ചുവന്ന കൊട്ടാരമുള്ളത്. ആ കൊട്ടാരത്തിൻ്റെ വാതിൽ ഈ ഭരണാധികാരി ഫെർഡിനൻഡ് രാജാവിനും ഇസബെല്ല രാജ്ഞിക്കും കൈമാറുകയാണ്. അങ്ങനെ കൈമാറി കഴിഞ്ഞപ്പോൾ അവർ ചെയ്തത്, മുസ്ലിങ്ങളുടെ ഒരുപാട് അധ്വാനത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയും ഫലമായി പടുത്തുയർത്തപ്പെട്ട ആ കൊട്ടാരമുണ്ടല്ലോ, ആ കൊട്ടാരത്തിൻ്റെ മുകളിൽ, അതിൻ്റെ ഏറ്റവും മുകളിൽ കുരിശ് നാട്ടി. ഇന്നും ആ കൊട്ടാരം നിലനിൽക്കുന്നുണ്ട്. യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റാണ്. അവിടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഖുർആൻ ആയത്തുകൾ കാണാൻ കഴിയും. അതിൻ്റെ കയറുമ്പോൾ തന്നെ കാണാൻ കഴിയുക ലാ ഗാലിബ ഇല്ലല്ലാഹ് എന്ന ആ മുദ്രാവാക്യമാണ്. ഒരു ഉമ്മവി ഖലീഫയുടെ മുദ്രാവാക്യമാണ് ലാ ഗാലിബ ഇല്ലല്ലാഹ്. ഒരു യുദ്ധം ജയിച്ച് അദ്ദേഹം വരുമ്പോൾ ആളുകൾ അദ്ദേഹത്തെ പൊക്കി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞാണ് ലാ ഗാലിബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു വിജയമില്ല എന്നുള്ളത്. അങ്ങനെ ഈ കൊട്ടാരത്തിൻ്റെ ഏറ്റവും മുകളിൽ കുരിശ് നാട്ടിയത് കണ്ടപ്പോൾ അബു അബ്ദുള്ള എന്ന് പറയുന്ന ഈ ഭരണാധികാരി പൊട്ടി കരയാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഉമ്മ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ്, ഒരാണിനെ പോലെ പ്രതിരോധിക്കാൻ നിനക്ക് പറ്റിയിട്ടില്ല, പിന്നെ എന്തിനാണ് ഒരു പെണ്ണിനെ പോലെ മോങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഒരു പെണ്ണിനെ പോലെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ഉമ്മ അദ്ദേഹത്തോട് ചോദിച്ചു എന്നാണ്. 1492 ജനുവരി 2-ാം തീയതി സ്പെയിനിൽ നിന്ന് ഇസ്ലാമിക ഭരണങ്ങൾ, ഗ്രനാഡ അടക്കമുള്ള പ്രദേശങ്ങൾ മുഴുവനും നഷ്ടപ്പെട്ട് ഇസ്ലാമിക ഭരണം പൂർണ്ണമായും സ്പെയിനിൽ ഇല്ലാതെയാവുകയാണ്. പിന്നീടുള്ള കാലഘട്ടം പ്രിയപ്പെട്ടവരെ കണ്ണ് നിറയിക്കുന്ന കാലഘട്ടമാണ്. മനസ്സ് തകർക്കുന്ന, ചങ്ക് തകർന്നു പോകുന്ന, കേൾക്കുന്ന ഏതൊരു മുസ്ലിമിൻ്റെയും ഹൃദയം തകർന്നു പോകുന്ന കാഴ്ചയാണ് 1492 മുതൽ 1609 വരെയുള്ള കാലഘട്ടം. അതിക്രൂരമായ കാലഘട്ടം. അവർ പ്രഖ്യാപിക്കാണ്, ഈ ഐബീരിയൻ തീരത്ത് കത്തോലിക്ക ക്രിസ്ത്യാനികളല്ലാതെ മറ്റാരും വേണ്ട. നിനക്ക് ഇവിടെ കത്തോലിക്ക ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ പറ്റുമോ, ജീവിച്ചോ, അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറായിക്കോ. അവരെങ്ങനെയാണ് കൊന്നിരുന്നത്? ഈ ഒരാൾ മുസ്ലിമായി തുടരാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാളെ കൊണ്ടുവരും, അയാളുടെ കുടുംബക്കാരെയും കൊണ്ടുവരും. എന്നിട്ട് അയാളുടെ കൈകാലുകൾ കുരിശിൽ കെട്ടിയിടും, ശക്തമായി കെട്ടിയിടും. എന്നിട്ട് താഴെ തീയിടും കുടുംബക്കാരുടെ മുന്നിൽ വെച്ച്. അങ്ങനെ എത്രയോ വാപ്പമാരും എത്രയോ സഹോദരന്മാരും ആ രീതിയിൽ കൊല്ലപ്പെട്ടു എന്നതാണ്. അവർ രഹസ്യാന്വേഷകരെ വെച്ചു. സ്പാനിഷ് ഇൻക്വിസിഷൻ എന്ന് നിങ്ങൾ ഏത് ഗൂഗിൾ സെർച്ച് ചെയ്തായാലും ചാറ്റ്ജിപിടിയോട് ചോദിച്ചാലൊക്കെ അതിൻ്റെ ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞത് സുഖമാണ്. വല്ലാത്ത ചരിത്രമാണത്. സ്പാനിഷ് ഇൻക്വിസിഷൻ ക്രൂരമായ എത്നിക് ക്ലെൻസിങ് എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്ന അതിക്രൂരമായ വേട്ടയാടലാണ് യഥാർത്ഥത്തിൽ. അവർ രഹസ്യാന്വേഷകരെ നിയമിക്കാണ്. പല മുസ്ലിം വീടുകളിൽ മുസ്ലിങ്ങളായി അവർ മാറിയിട്ടില്ല സംശയമുള്ള ആളുകളുടെ വീടിൻ്റെ പുറത്ത് വെള്ളിയാഴ്ച പോയിട്ട് ഇവരിങ്ങനെ നിൽക്കാൻ. എന്നിട്ട് ആ വെള്ളിയാഴ്ച ഇവർ കുളിക്കുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞാൽ, വെള്ളിയാഴ്ച മുസ്ലിങ്ങൾ കുളിക്കുമല്ലോ, അപ്പോൾ വെള്ളിയാഴ്ച കുളിക്കുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഇവർ റിപ്പോർട്ട് കൊടുക്കാൻ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ. വെള്ളിയാഴ്ച കുളിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ. നോർത്ത് ആഫ്രിക്കയിലെ മൊറോക്കോയിലെ പണ്ഡിതന്മാരുടെ ഉപദേശപ്രകാരം വെള്ളിയാഴ്ച ദിവസമുള്ള കർമ്മങ്ങൾ മറ്റൊരു ദിവസത്തേക്ക് അവർ മാറ്റിയെന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അത് മനസ്സിലാക്കിയവർ, ഈ പറയുന്ന കത്തോലിക്ക ക്രിസ്ത്യാനികൾ, ഈ പറയുന്ന ആളുകൾ അത് മനസ്സിലാക്കിയിട്ട് പിന്നീട് ഇവരെന്ത് ചെയ്തു? 2 കൈകളിൽ, ഒരു കയ്യിൽ മദ്യവും മറ്റേ കയ്യിൽ പന്നിമാംസമായിട്ട് വീടുകളിലേക്ക് വരും. എന്നിട്ട് കഴിക്കാൻ നിർബന്ധിക്കും. അങ്ങനെ അവസാനം മുസ്ലിങ്ങൾക്ക് അതിനും എഴുതുന്നുണ്ടല്ലോ, ആരെങ്കിലും നിർബന്ധിക്കപ്പെടുകയാണെങ്കിൽ അവന് കുഴപ്പമില്ല എന്നുള്ള ആ ഒരു റുദർ വെച്ചിട്ട് മുസ്ലിങ്ങൾ അതും ആ ഒരു സംഗതിയോടും തൃപ്തിപ്പെട്ടു പോകാൻ തുടങ്ങിയപ്പോൾ അവരതും മനസ്സിലാക്കി. പിന്നീട് അവർ വരുന്നത് ഖുർആനിൻ്റെ പ്രതികളുമായിട്ടാണ്, ഖുർആനിൻ്റെ കോപ്പികളായിട്ടാണ്. എന്നിട്ട് ആ ഖുർആനിനെ കാലിൻ്റെ അടിയിലിട്ട് ചവിട്ടാനും, ഖുർആനിനെ നിന്ദിക്കാനും, ഖുർആനിനെ അവഹേളിക്കാനും നിർബന്ധിക്കാൻ. ഇതിനവർ തയ്യാറായിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ, അതിക്രൂരമായി കൊല്ലാൻ, അതിഭയാനകമായ പീഡനമാണ്. നോക്ക് നിങ്ങൾ, ഇസ്ലാമിനെ തീവ്രവാദമായും ഭീകരവാദമായും ലോകം മുഴുവൻ പരിചയപ്പെടുത്തുന്ന
ക്രിസ്ത്യൻ മിഷണറിമാരുടെ ചരിത്രം യഥാർത്ഥത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് മധ്യകാലഘട്ടത്തിൽ ഇങ്ങോട്ട് ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തിയ ക്രൂരമായ നരനായാട്ടിന്റെ ചരിത്രം നിങ്ങൾ പഠിച്ചാൽ പ്രിയപ്പെട്ടവരെ, ലോകത്ത് ക്രിസ്തീയ സമൂഹം ചെയ്തതുപോലെയുള്ള ക്രൂരതകൾ മറ്റൊരു വിഭാഗവും ചെയ്തതായി നമുക്ക് കാണാൻ കഴിയില്ല. ഇന്ന് സമാധാനത്തിന്റെ വെള്ളപ്രാവുകളായി, സമാധാനത്തിന്റെ അപ്പോസ്തലന്മാരായി ലോകം മുഴുവൻ വെള്ളയിട്ട് നടക്കുന്ന ഈ മനുഷ്യർ യഥാർത്ഥത്തിൽ മതപരിവർത്തനത്തിന് വേണ്ടി, നിർബന്ധ മതപരിവർത്തനത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്നുകളഞ്ഞിട്ടുണ്ട്, കൊലവിളിച്ചിട്ടുണ്ട്, ഒരു കണ്ണിൽ ചോരയുമില്ലാതെ ഇല്ലായ്മ ചെയ്തിട്ടുണ്ട്, ഉന്മൂലനം ചെയ്തിട്ടുണ്ട്. സ്പെയിനിന്റെ ചരിത്രം അതാണ് പ്രിയപ്പെട്ടവരെ. 1609 50 ലക്ഷത്തോളം മുസ്ലിം ഉണ്ടായിരുന്ന ഐബീരിയൻ ഉപദ്വീപിൽ ഒരൊറ്റ മുസ്ലിം പോലും ഇല്ലാത്ത രീതിയിൽ, ഒരൊറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യൻ പോലും ബാക്കിയില്ലാത്ത രീതിയിൽ ആ ജനതയെ മുഴുവൻ എത്നിക് ക്ലെൻസിംഗ് നടത്തി ആ ജനതയെ മുഴുവൻ ഇല്ലാതെയാക്കി കളഞ്ഞു. പക്ഷേ പ്രിയപ്പെട്ടവരെ, യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അവരുടെ ബാലിശമായ ഊത്തുകൾ കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രകാശത്തെ കെടുത്തിക്കളയാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വല്ലാഹു മുത്തിമ്മു നൂരി, അല്ലാഹു അവന്റെ പ്രകാശം പൂർത്തിയാക്കുന്നതാണ്. വലൗ കരിഹൽ കാഫിറൂൻ, സത്യനിഷേധികൾ എത്ര തന്നെ വിറളി പിടിച്ചാലും എത്ര തന്നെ വെറുപ്പ് പിടിച്ചാലും അല്ലാഹു അവന്റെ പ്രകാശം പൂർത്തീകരിക്കുക തന്നെ ചെയ്യുമെന്ന് സൂറത്തു സഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇന്ന് സ്പെയിനിലെ പല കുടുംബങ്ങളും പല വ്യക്തികളും പഠിക്കാൻ തുടങ്ങുകയാണ് അവരുടെ കാരണവന്മാരെ കുറിച്ച്, അവരുടെ പൂർവികരെ കുറിച്ച്. ഇസ്ലാമിനോട് സ്നേഹമുണ്ടായിരുന്ന, എന്നാൽ ആ പീഡനങ്ങളും ആ പ്രയാസപ്പെടുത്തലുകളും ഭയന്ന് മാറിയിരുന്ന ആ തങ്ങളുടെ പൂർവികളുടെ ചരിത്രം പഠിച്ച് അവർ ഇസ്ലാമിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്പെയിനിൽ ഇസ്ലാം വേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഭരണകൂടങ്ങൾ വരെ മുസ്ലിങ്ങളോട് പ്രിയപ്പെട്ടവരെ നല്ല സമീപനങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഒരു സുവർണ്ണ കാലഘട്ടം കാണാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ചരിത്രത്തിലെ ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ, എവിടെ ഭിന്നിപ്പുണ്ടോ, എവിടെയാണ് മുസ്ലിം ഉമ്മത്ത് ഭിന്നിക്കുന്നത്, എവിടെയാണോ മുസ്ലിം ഉമ്മത്ത് വിഘടിച്ചു നിൽക്കുന്നത്, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പരാജയം നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എവിടെയാണ് മുസ്ലിം ഉമ്മത്ത് ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കുന്നത്, അവിടെ മുസ്ലിം ഉമ്മത്ത് വിജയത്തിന്റെ വിണ്ണിക്കൊടി പാറിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അള്ളാഹുവിന്റെ സുന്നത്തതാണ്. ചരിത്രം പഠിച്ചു നോക്കിയാൽ ഭിന്നതയിൽ എന്നും പരാജയമാണ്, നഷ്ടമാണ് മുസ്ലിം ഉമ്മത്തിനുണ്ടായിട്ടുള്ളത്. ഐക്യത്തിലും ഒരുമയിലും എന്നും നന്മയും മുന്നേറ്റവുമാണ് മുസ്ലിം ഉമ്മത്തിനുണ്ടായിട്ടുള്ളത്. ചരിത്രം പഠിക്കണം പ്രിയപ്പെട്ടവരെ. വരികൾക്കിടയിലൂടെ ഗുണപാഠങ്ങൾ വായിച്ച് തെറ്റുകൾ തിരുത്തി മുന്നേറാൻ നമുക്ക് സാധിക്കണം. ഇന്നലകളിൽ നമ്മുടെ മുൻഗാമികളുടെ ഗുണങ്ങൾ ജീവിതത്തിൽ സ്വീകരിച്ച് പരിശ്രമിക്കാനും കഷ്ടപ്പെടാനും നമ്മൾ തയ്യാറാവണം. ഈ ഉമ്മത്തിന്റെ ഉത്തരവാദിത്വം അല്ലാഹു ഏൽപ്പിച്ചത് നമ്മളെയാണ്. ഈ തൗഹീദിന്റെ ഉത്തരവാദിത്വം അല്ലാഹു ഏൽപ്പിച്ചത് നമ്മളെയാണ്. ഈ റിസാലത്തിന്റെ ഉത്തരവാദിത്വം അല്ലാഹു ഏൽപ്പിച്ചത് നമ്മളെയാണ്. അണ്ണാൻ കുഞ്ഞിന് തന്നാലായതെന്ന് പറഞ്ഞതുപോലെ കേരളത്തിലെ ഏതോ ഒരു നാട്ടിൽ ജനിച്ച ഞാനും നിങ്ങളും നമ്മക്കൊണ്ട് എന്താണോ കഴിയുന്നത്, എന്താണോ നമുക്കൊണ്ട് കഴിയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമ്പത്ത് കൊണ്ട്, നമ്മുടെ തടി കൊണ്ട്, നമ്മുടെ സമയം കൊണ്ട്, നമ്മുടെ കഴിവുകൾ കൊണ്ട് എന്താണോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, അത് ഇസ്ലാമിനോട് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അത് ഉമ്മത്തിനോട് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ കാലഘട്ടത്തിലെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ, ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈന വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.